ഹലോ ഗൈസ്, നമ്മളിന്ന് പുതിയ വീഡിയോയിൽ ഇൻസ്പയർ എന്ന പുതിയ ആട്രിബ്യൂട്ട്, അതായത് 2020 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻസ്പയർ എന്ന് പറയുന്ന പെസ്സിലെ ഒരു പ്ലെയർ ആട്രിബ്യൂട്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അത് ഇൻസ്പയർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലോഫ്റ്റഡ് ബാസ്കറ്റിലുള്ള ഒരു പ്ലെയറിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ സ്ട്രൈക്കറായിട്ട് നിൽക്കുന്ന ഒരാൾ ഓടിക്കാണിക്കുക ലോഫ്റ്റഡ് പാസ് റിസീവ് ചെയ്യാൻ വേണ്ടി. അതായത് അയാൾ ഈ ലോഫ്റ്റഡ് പാസ് ഉള്ള പ്ലെയർ അല്ലെങ്കിൽ ഏതൊരു സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കോട്ടെ, സെൻട്രൽ ബാക്ക് ആയിക്കോട്ടെ, ആൾക്ക് ബോൾ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അത് കണ്ടിട്ട് ഇയാൾ ലോഫ്റ്റഡ് പാസ് ചെയ്യും എന്നുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് മുന്നിലേക്ക് ഓടുന്ന ഒരു ശൈലി, അല്ലെങ്കിൽ ഏതൊരു സെൻട്രൽ മിഡ്ഫീൽഡറിനോ ഏതൊരു പ്ലെയറിന് ബോൾ കിട്ടി കഴിയുമ്പോഴത്തേക്കും സ്ട്രൈക്കറോ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളോ ഒരു പാസ് റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മാറി നിൽക്കുക. ഇതിനൊക്കെയാണ് ഇൻസ്പയർ എന്ന് പറയുന്നത്. ഇൻസ്പയറിൽ തന്നെ 3 തരത്തിലുള്ള സ്കിൽസ് ഉണ്ട്. അതായത് പല പ്ലേയേഴ്സും നമുക്ക് നോക്കിയാൽ തന്നെ കാണാം. ചിലർക്ക് ഡ്രിബിൾ ഓൺ ബ്രേക്ക് കാണും, ചിലർക്ക് ലോ പാസ്, ചിലർക്ക് ലോഫ്റ്റഡ് പാസ്. ഈ 3 സ്കിൽസ് ആണുള്ളത്: ഡ്രിബിൾ ഓൺ ബ്രേക്ക്, ലോ പാസ്, ലോഫ്റ്റഡ് പാസ്. ചില പ്ലേയേഴ്സിന് ഇത് ഡ്രിബിൾ ഓൺ ബ്രേക്കിന്റെ കൂടെ ഒരു പ്ലസും കൂടെ കാണാം, അല്ലെങ്കിൽ ലോ പാസിന്റെ ഒരു പ്ലസും കൂടെ കാണും. അതിന്റെ ഉപയോഗം ഞാൻ എന്താണെന്ന് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇതിപ്പോ നമുക്ക് ആദ്യം ഓരോരോ സ്കിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതില് ഡ്രിബിൾ ഓൺ ബ്രേക്ക് എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഡ്രിബിൾ ഓൺ ബ്രേക്കിൽ പ്ലേയേഴ്സ് ഇപ്പൊ ഒരു ഡ്രിബിൾ ഓൺ ബ്രേക്ക് ഉള്ള ഒരു പ്ലെയർ ആണ് ഡ്രിബിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ബോൾ റിസീവ് ചെയ്ത് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുകയാണെങ്കിൽ അടുത്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് ഏത് പ്ലെയർക്കാണോ ഡ്രിബിൾ ഓൺ ബ്രേക്ക് ഉള്ളത് ഡ്രിബിൾ ചെയ്യാൻ തുടങ്ങുന്ന ആ പ്ലെയറിന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക. അതായത് ഡ്രിബിൾ ചെയ്യാൻ ഒരു പാത്ത്, കൊളീഷൻ ഒന്നും ഇടിച്ച് അവർ തമ്മിൽ കൊളീഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒന്ന് മാറിക്കൊടുക്കുന്ന ഒരു സ്കില്ലിനെയാണ് പറയുന്നത്. നമുക്ക് മെസ്സിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മെസ്സിക്ക് ഡ്രിബിൾ ഓൺ ബ്രേക്ക് പ്ലസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ, ആ ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അടുത്തുള്ള പ്ലേയേഴ്സ് ഒരു കറക്റ്റ് സ്പേസ് ഉണ്ടാക്കി അല്ലെങ്കിൽ മാറിക്കൊടുക്കും മെസ്സിക്ക് ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി, ഡ്രിബിൾ ചെയ്ത് ത്രൂ പോകാൻ വേണ്ടി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ചില ഇതിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ വരുവാണെങ്കിൽ രണ്ടാമത്തെ സ്കില്ലായ ലോ പാസില്, ഇപ്പൊ ലോ പാസ് ഇൻസ്പയർ സ്കില്ലുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ അയാൾക്ക് ബോൾ റിസീവ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ബോൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അയാളുടെ അടുത്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറും. അതായത് ആ പാസ്, ലോ പാസ് റിസീവ് ചെയ്യാൻ വേണ്ടി. അതായത് അയാൾ ഒരു ലോ പാസിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഇതിന് അയാൾ ആ പാസ് റിസീവ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ മുന്നോട്ട് ഓടുന്ന കാണാം, കൈപൊക്കി. ചില പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെ കൈപൊക്കി ഓടുന്ന കാണാം നമുക്ക്. അതൊക്കെ ഈ സ്കില്ലുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചിലര് അവർ തന്നെ ഒരു സ്പേസ് ചെയ്ത് അങ്ങനത്തെ സ്കിൽസ് ഉള്ള പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഒഫൻസീവ് അവയർനെസ് ഒക്കെ കൂടുതലുള്ള പ്ലേയേഴ്സ് ഇതായിട്ട് കൂടുതൽ റെസ്പോണ്ട് ചെയ്യും ഈ ഇൻസ്പയർ ലോ പാസിനും ലോഫ്റ്റഡ് പാസിനും ഒക്കെ. അതായത് ഇപ്പൊ ഒരു പ്ലെയറിന് ലോ പാസ് സ്കിൽ ഉണ്ടെങ്കിൽ, ഒരു ഒഫൻസീവ് അവയർനെസ് ഉള്ള ഒരു പ്ലെയർ ആണ് CF എങ്കിൽ, പുള്ളി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് ഓടുക, എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ത്രൂ ബോളോ പാസോ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ലോ പാസിന്റെ കാര്യം. മൂന്നാമതായിട്ടുള്ളത് ലോഫ്റ്റഡ് പാസ് ആണ്. ലോഫ്റ്റഡ് പാസിൽ മിക്കവരും ഈ ലോഫ്റ്റഡ് പാസ് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഈ ലോങ് ബോൾ സ്പാമേഴ്സ് ഇല്ലേ, അവർക്ക് അത് ഈ 2020 ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഈ സ്കില്ലുള്ളത് കൊണ്ട് മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഈ ലോഫ്റ്റഡ് പാസ് ഉള്ള, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മൾ സ്കിൽസ് ഇൻസ്പയർ നോക്കാത്തതുകൊണ്ടാണ് ഇത് മനസ്സിലാത്തത്. ഇത് ലോഫ്റ്റഡ് പാസ് ഉള്ള ഒരു സെൻട്രൽ മിഡ്ഫീൽഡറിന്റെ സെൻട്രൽ ബാക്കിന്റെ കയ്യിൽ ബോൾ കിട്ടി കഴിയുമ്പോഴത്തേക്കും നല്ല ഒഫൻസീവ് അവയർനെസ് ഉള്ള ഒരു CF മുന്നോട്ട് ഓടുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് ഈ ലോങ് പാസ് സ്പാമേഴ്സിന് നല്ലതായിട്ട് അത് വെച്ചാണ് ഇവർ കളിക്കുന്നത്. അതിൽ പറയുകയാണെങ്കിൽ, പ്ലെയർ ബോൾ ഹോൾഡ് ചെയ്ത് പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ ബോൾ ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ചില പ്ലേയേഴ്സ്, നല്ല ഒഫൻസീവ് അവയർനെസ് ഉള്ള പ്ലേയേഴ്സ് ഫ്രണ്ടിലേക്ക് ഓടും. അതുവഴി നമുക്ക് നല്ല ലോഫ്റ്റഡ് പാസ് കൊടുത്താൽ CFനും വിങ്ങേഴ്സിനും അത് കിട്ടും. അവര് സുഖമായിട്ട് ഗോൾ സ്കോർ ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഡ്രിബിൾ ഓൺ ബ്രേക്ക്, ലോ പാസ്, ലോഫ്റ്റഡ് പാസ്, അതിന്റെ കൂടെ ഒരു പ്ലസ് സൈനും കൂടെ ഉള്ള
പ്ലേയേഴ്സ് അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ മെസ്സിക്ക് ഡ്രിബിൾ ഓൺ പ്ലസിന്റെ കൂടെ ഡ്രിബിൾ ഓൺ ബ്രേക്കിന്റെ കൂടെ ഒരു പ്ലസും കൂടെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ലോ പാസ് ലോഫ്റ്റഡ് പാസ് പ്ലസ് ഉള്ള പ്ലേയേഴ്സ് അയാളുടെ കയ്യിൽ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈവൻ ഒരു അധികം ഒഫൻസീവ് അവയർനെസ് ഇല്ലാത്ത പ്ലേയേഴ്സിന് വരെ, അധികം സ്കിൽസ് ഇല്ലാത്ത പ്ലേയേഴ്സ് വരെ അതുകൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അവർ മുന്നോട്ട് വിടും. അതാണ് പ്ലസ് എന്ന് പറയുന്ന സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പ്ലെയറിന് ലോ പാസും ലോഫ്റ്റഡ് പാസും ഉണ്ടെന്ന് കരുതുക. അയാളുടെ അന്നേരം ഉള്ളൊരു ഡൗട്ടാണ്, അന്നേരം അടുത്ത് നിൽക്കുന്ന പ്ലേയേഴ്സ് ഏത് സ്കില്ലിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതിൽ ലോ പാസും ലോഫ്റ്റഡ് പാസും എന്നുള്ള ഒരു പ്ലെയറിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ സെൻട്രലിലെ സ്പേസിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ അടുത്തുള്ള പ്ലേയേഴ്സ് ലോ പാസിന് റെസ്പോണ്ട് ചെയ്യും. ദൂരെയുള്ള, അതായത് സെൻട്രലോ വിങ്ങിലോ ഉള്ള ആൾക്കാർ ഉള്ള പ്ലേയേഴ്സ് ഈ ലോഫ്റ്റഡ് പാസിന് റെസ്പോണ്ട് ചെയ്യും. അതായത് നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കൈപൊക്കി മുന്നോട്ട് ഓടി നമ്മുടെ കയ്യിൽ ബോൾ, ചില പ്ലേയേഴ്സിന്റെ ബോൾ കിട്ടുമ്പോൾ തന്നെ അന്നേരം തന്നെ വിങ്ങിലൊക്കെ ആൾക്കാർ കൈപൊക്കി പ്ലേയേഴ്സ് ഒക്കെ മുന്നോട്ട് ഓടി നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മുടെ ഇൻസ്പയർ എന്ന് പറയുന്ന പുതിയതായിട്ടുള്ള സ്കില്ലിന്റെ ആട്രിബ്യൂട്ടിന്റെ ഡീറ്റെയിൽസ്. മാക്സിമം എല്ലാ ഡീറ്റെയിലും ഞാൻ കവർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമുക്ക് ഈ സ്കിൽസ് വെച്ച് ഈ സ്കിൽസ് ഇപ്പം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കളിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമുക്കൊരു പാസ്സൊക്കെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാം. ലോങ് ബോൾ കളിക്കാൻ ഞാൻ ഒരിക്കലും ഇത് പറയില്ല. അതായത് ഈ ഒരു സ്കില്ല് വെച്ചാണ് കൂടുതലും ലോങ് ബോളുകൾ, അതായത് ലോങ് ബോൾ സ്പാമേഴ്സ് കൂടുതൽ വന്നിരിക്കുന്ന അവർ അഡ്വാൻറ്റേജ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല കറക്റ്റായിട്ട് പാസ് കൊടുത്ത് ലോ പാസ് ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിച്ച് ഡ്രിബിൾ ഓൺ ബ്രേക്ക് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കളിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.